ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ പതുക്കെ കടത്തിവിടും എന്നുള്ള വിവരമാണല്ലോ, ഇപ്പോൾ ഒറ്റ ലൈനായി കടത്തിവിടും എന്നുള്ള വിവരമാണല്ലോ ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. മഴ കുറയുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഉള്ള സാഹചര്യം? നിലവിലെ സാഹചര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ മഴയുടെ തോതുകൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീർപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ലക്കിടിയിലും ഒപ്പം തന്നെ അടിവാരത്തും കൃത്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾക്ക്. ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് ഒറ്റ ലൈനായി കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക, അങ്ങനെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒരു പരിധിവരെ കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ അതേസമയം തന്നെ മഴ കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ അത്തരത്തിൽ വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളത് കൂടി ജില്ലാ ഭരണകൂടം കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഭാരമേറിയ വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിരോധനം അത് ആ നിലയ്ക്ക് തന്നെ തുടരും. കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഭാരമേറിയ വാഹനങ്ങൾക്ക് കൂടി സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ വീണിരുന്ന മണ്ണ് ഒപ്പം തന്നെ പാറക്കല്ല് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ചുരത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒറ്റ ലൈനായി വാഹനങ്ങൾ കടത്തിവിടാം എന്നുള്ള ആലോചനയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയത് 80 അടി ഉയരത്തിലാണ് ഈ ഒരു പ്രഭവ കേന്ദ്രമായി കണ്ടെത്തിയിരിക്കുന്നത്. അത് ആ പൊട്ടി വന്നിരിക്കുന്ന പാറയുടെയും മണ്ണിന്റെയും ഒക്കെ അളവൊക്കെ തന്നെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോയിൽ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ വിദഗ്ധമായ പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യും. ആ സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ വെളിച്ച സംവിധാനം ഉൾപ്പെടെ ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശവും ആ നിലയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭാരമേറിയ വാഹനങ്ങൾ കുറ്റ്യാടി ചുരം ഒപ്പം തന്നെ നാടുകാണി ചുരം വഴിയൊക്കെ കടന്നു പോകണം, കണ്ണൂർ റോഡ് അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശവും കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കുറ്റ്യാടി ചുരത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ചെറിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം ആ പാതയിൽ ചിലയിടങ്ങളിലെങ്കിലും വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ട സാഹചര്യമുണ്ട്. അത് അടിയന്തരമായി അടയ്ക്കാനും കൃത്യമായി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുമുള്ള തീരുമാനം ഇന്നത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിൽ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ആശ്വാസകരമായ തീരുമാനം എന്നുള്ള നിലയിലേക്ക് കാണാം. അതേസമയം തന്നെ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശവും കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ശരി, ദീപക് മലയമ്മയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.